പലപ്പോഴും ഇവിടെ ഒരു പാശ്ചാത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഇല്ലാത്ത ഒരു ലോകമായിരുന്നു ഭാരതം. ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്തില്ല എന്നൊന്നും ആരും എഴുതി വയ്ക്കില്ല. ഇപ്പോൾ ചരക സംഹിത എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുമ്പോൾ ഇന്നിപ്പോൾ ആധുനിക പഠനങ്ങളിലൊക്കെ ചരകൻ എന്ന് പറയുന്ന ഋഷി എഴുതി എന്ന് പറഞ്ഞിട്ട് വായിക്കും. ശരിക്കും ചര ശബ്ദത്തിനർത്ഥം അന്നം, പ്രാണൻ എന്നാണ്. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അന്നത്തിൻ്റെയും പ്രാണൻ്റെയും ശുദ്ധമായ ആചരണത്തിൻ്റെ ശാസ്ത്രമാണ് ചരക സംഹിത. അത് ചരകൻ എന്ന് പറയുന്ന ഒരാൾ എഴുതി എന്നുള്ളതല്ല. അപ്പം അങ്ങനെയാണ് ഇതിനെ നമുക്ക് പകർന്നു തന്നത് പാരമ്പര്യം. പിന്നെ പലപ്പോഴും നമ്മൾ 1000 പേരെ കൊന്നു എന്നൊക്കെ പോലെയിൽ വായിക്കും. നടക്കുന്നത് ചതുരംഗത്തിലുള്ള ചതുരംഗ കളിയാണ്. 2 രാജാക്കന്മാർ തമ്മിൽ ചതുരംഗം കളിച്ചിട്ടാണ് യുദ്ധം. അപ്പം അതിലൊരു കാലാളിന് 1000 കാലാളിൻ്റെ സ്ഥാനമാണ്. കാലാളിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നിട്ട് എഴുതുക 1000 പേരെ കൊന്നു എന്നാണ്. അപ്പോൾ ചതുരംഗത്തിൽ തോറ്റാ രാജാവ് തോറ്റു. കേരളത്തിലൊക്കെ പല രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം തന്നെ ചതുരംഗ പോലെയുള്ള യുദ്ധം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എഴുതി വരുന്ന സമയത്ത് എഴുതുമ്പോൾ ഈ രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളച്ചൊടിക്കലുകൾ ആ തരത്തിൽ നടന്നിട്ടുണ്ട്. കാരണം ആര്യ ശബ്ദം തന്നെ, ആര്യ പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലാണ് എല്ലാ പുരാണ ഇതിഹാസങ്ങളിലും അത് ഉപയോഗിച്ചത്. പക്ഷേ അതിനെ ആര്യനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കലുകൾ കേരളത്തിലെ, ഭാരതത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ ഈ അടുത്ത കാലം വരെ നടത്തി. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രയോക്താക്കളായിരുന്ന റൊമീല താപ്പറെ പോലുള്ള ആളുകൾ അടക്കം ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞത്. അതുപോലെ കേരളത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളം വലിയ ബുദ്ധ കേന്ദ്രമായിരുന്നു എന്നുള്ളത്. MGS നാരായണനെ പോലുള്ള ചരിത്ര ഗവേഷകർ, ഈ സാഹിത്യം എഴുതുന്ന ആൾക്കാരല്ല, ചരിത്ര ഗവേഷകർ തൃക്കണാമതിലകത്തു നിന്ന് മാത്രമാണ് ഒരു ബുദ്ധ ഇതുണ്ടായിരുന്നതിൻ്റെ അവശേഷിപ്പുണ്ടായിരുന്നതിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളൂ. വേറെ എവിടെ നിന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല. ബുദ്ധൻ്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പലതുണ്ട്. ബുദ്ധൻ്റെ കാലത്ത് ശില്പനിർമ്മാണം ഉണ്ടായിട്ടില്ല. ബുദ്ധനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പൂർവികരുടെ ശില്പം ഉണ്ടാകുന്ന ശൈലി വന്ന സമയത്ത് അവർ ബുദ്ധൻ്റെ നാട്ടിലുള്ള ആളുകൾ അതേ ശൈലിയിൽ അവിടെ ഉണ്ടാക്കി, വേറെ നാട്ടിലുള്ള ആളുകൾ അവിടുത്തെ ദേവനെ അതേ ശൈലിയിൽ ഉണ്ടാക്കി. അപ്പം ഇതെല്ലാം ഒന്നാണ് എന്ന് പിൽക്കാലത്ത് ഗവേഷകർ വ്യാഖ്യാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ എന്ന് പറയുന്ന ഹിന്ദു ദൈവങ്ങളെ ആരും കണ്ടിട്ടില്ല എന്നുള്ളൊരിതുണ്ടല്ലോ. അല്ല, ഹിന്ദു ദൈവങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹിന്ദു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീകാത്മകമാണ്. ഈ പ്രതീകാത്മകതയിൽ നിങ്ങൾ പറയുന്നത് ശംഖ് വയ്ക്കുന്നു, അതായത് ആ ശക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. വിഷ്ണു വിശ്വവ്യാപനോതി, ഇത് വിഷ്ണു, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് വിഷ്ണു. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുമാണ്, പുറത്തുമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ. സമുദ്രം എന്താണെന്ന് ചോദിച്ചാൽ ജലം നിറഞ്ഞിരിക്കുന്നത്. ജലം നിറഞ്ഞിരിക്കുന്നത് കടലല്ല, അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ ഓരോ കണത്തിലും ഇതുണ്ട്. അനന്തൻ്റെ പുറത്ത് കിടക്കുന്നു, ആദിയില്ല അന്തമില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റില്ല. ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, നാഡികളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, വാക്കിനെ പുറപ്പെടുവിക്കുന്നത്, സ്ഥിതിയെ നിലനിർത്തുന്നത് പ്രാണവായുവിനെ വിഷ്ണു എന്ന് പറയുന്നു. അതിനെ സിംബലൈസ് ചെയ്യുന്നു. അത് ആ ധ്യാനത്തിൽ നിന്നാണ് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ആ ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഗുരുവായൂർ ശ്രീകൃഷ്ണനാണ്, വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെയാണ്. അപ്പം അങ്ങനെ ആ വിഗ്രഹം വിശേഷേണ ഗ്രഹിക്കാൻ മാത്രമുള്ളതാണ്. അത് വിഷ്ണുവിൻ്റെ ഫോട്ടോ ആണെന്നൊന്നും ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല. ഈ നമ്മുടെ ഈ പറഞ്ഞ ഫിലോസഫി അല്ലെങ്കിൽ ഈ വേദങ്ങൾ, ഉപനിഷത്ത്, ഇതൊക്കെ ഒരു ഈ പറഞ്ഞ ഒരു ഓഷ്യൻ ഓഫ് നോളജ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ ലളിതമായ ഭാഷയിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പലരും പറയുന്നതാണ്. ഇപ്പം എസ്പെഷ്യലി കേരളത്തിലാണെങ്കിലും ഇപ്പോൾ കൂടുതൽ വേദപാഠശാലകൾ വേണം, അല്ലെങ്കിൽ അമ്പലങ്ങളിലാണെങ്കിലും അങ്ങനെയൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ നടന്നിട്ടില്ല. അങ്ങനെ പല റീസൺസും ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ആവശ്യമുള്ള ഒരു 2 തരത്തിലാണ് അതിലുള്ളത്. അതായത് എന്തുകൊണ്ട് വൈദിക സംസ്കൃതി എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ ഒരു റീഡിങ് അനുസരിച്ച് സംസ്കൃതം ഒരു കാലത്തും വ്യാവഹാരിക ഭാഷയായിരുന്നില്ല. അത് ശാസ്ത്ര ഭാഷയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന പോലെ ശാസ്ത്ര ഭാഷയാണ്. ശാസ്ത്ര ഭാഷയുടെ പ്രത്യേകത 5000 മുമ്പുള്ള അർത്ഥം തന്നെയായിരിക്കും ഇപ്പോൾ 5000 കൊല്ലം കഴിഞ്ഞാലും ഇതേ അർത്ഥം തന്നെയായിരിക്കും. അർത്ഥത്തിലൊരു വ്യത്യാസവും വരില്ല. വ്യവഹാര ഭാഷയിൽ അങ്ങനെയല്ല. ജനറേഷൻ തോറും വ്യവഹാരം മാറും. ഇപ്പോൾ നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കാലത്ത് അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് പണി കിട്ടി എന്ന് പറയുന്ന അർത്ഥമല്ല
ഇന്നിപ്പോൾ നമ്മളടുത്ത വീട്ടിൽ ഒരാൾക്ക് പണി കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുക. കാരണം അത് വ്യവഹാര ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും വ്യവഹാര ഭാഷയിൽ അർത്ഥവ്യത്യാസങ്ങൾ വരും, ശാസ്ത്ര ഭാഷയിൽ അത് വരില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും പ്രകൃതിയെ മനസ്സിലാക്കിയ അടുത്തറിഞ്ഞ ആളുകൾ ആ പ്രകൃതിയുമായി ചേരുന്നതിൻ്റെ, പ്രകൃതിയിലെ ശക്തികളെ നമുക്ക് അനുഗ്രഹമായി ഉപയോഗിക്കുന്നതിൻ്റെ ആചരണ പദ്ധതികൾ, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രജപത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ദ്രവ്യങ്ങൾ, ഓരോ പൂജയ്ക്കും ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് അഗ്നിയെ ഉദ്യോഗിപ്പിക്കേണ്ട ദേവതയിലായിരിക്കും നെയ്യ് കൂടുതലുണ്ടാവുക. അഗ്നിയെ ശമിപ്പിക്കേണ്ട ദേവതയാണെങ്കിൽ ത്രിമധുരം പോലെ മധുരമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ദ്രവ്യങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആചരണങ്ങൾ പ്രാദേശികമായിട്ടുണ്ടാകുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള ആചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അതാത് ദേശത്തിനും അതാത് കാലത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സാധകർ തിരിച്ചറിഞ്ഞ സത്യത്തെ എല്ലാ കാലത്തേക്കും വേണ്ടി, ഇപ്പം അതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടാവും, ആ പോയിൻറ്റിനെ എല്ലാ കാലത്തേക്കും വേണ്ടി രേഖപ്പെടുത്തുന്നതാണ് ഈ ശാസ്ത്രഭാഷയിൽ. അപ്പോൾ ശാസ്ത്രഭാഷയിലെ കാര്യം നിങ്ങൾക്ക് ഏത് ദേശത്തും ഏത് കാലത്തും ഉപയോഗിക്കാം. എന്നാൽ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ സമയത്തും ആ ജനങ്ങളുടെ ജീവിതം മാറുന്നതിനനുസരിച്ച്, കർമ്മം മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും, വ്യത്യാസങ്ങൾ വരും. ആ ദേശത്താണ് അത് ഏറ്റവും ശക്തമാവുകയും ചെയ്യുക, ആ പ്രഭാവം. അപ്പം ഇവിടുത്തെ ഒരു ദേശത്തെ ആചാരം വേറൊരു ദേശത്ത് കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഈ പ്രകൃതിയിലാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് വന്ന പഠന രീതിയിൽ തലമുറകളായിട്ട് നമ്മുടെ പാരമ്പര്യ പഠനം നിന്നിരുന്ന കാലത്ത് ഈ അറിവുകൾ വേറെ രൂപത്തിലുണ്ടായിരുന്നു, നാട്ടുഭാഷയിലുണ്ടായിരുന്നു, വരവിളികളായിട്ട്, വരച്ചൊല്ലുകളായിട്ട്. ഇപ്പോൾ വൈദ്യമാണെങ്കിൽ അഷ്ടാംഗഹൃദയവും ചരകസംഹിതയും സുശ്രുതസംഹിതയും ഒക്കെ ഉണ്ട്. പക്ഷേ നാട്ടുവൈദ്യം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നു. ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷേ ഇവിടുത്തെ ആശാരിമാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട്. അപ്പോൾ അതുപോലെ ആ പരമ്പര ഇവിടെ പഴയ കാലത്ത് തുറന്നു പോന്നിരുന്നു. അതിന് ബ്രേക്ക് വന്നപ്പോഴാണ് ഈ അറിവുകൾ നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം മുമ്പാണെങ്കിലും ഈ സംസ്കൃതത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതൊരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അനുഷ്ഠാനത്തിനുള്ളത് വലിയ ജനസാമാന്യമാണ്. അപ്പം അങ്ങനെയാണ് തുറന്നു പോയിരുന്നത്. ആ ഒരു ഗ്യാപ്പാണ്, അതായത് ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കേണ്ടിയിരുന്ന അധികാരസ്ഥാനം അങ്ങനെയല്ലാതെ മാറ്റപ്പെട്ടു. സ്വാമിജി, ഈ കുംഭമേളയിൽ തന്നെ ചില റിച്വൽസ് വളരെ പണ്ടത്തെ ആൾക്കാർ ഒരു മോഡേൺ വ്യൂ അനുസരിച്ച് പ്രാകൃതം എന്ന് പറയുന്ന ചില റിച്വൽസ് അവിടെ ഉണ്ടായിരുന്നു. കോഴിയെ വെട്ടുക, അതുപോലെ പോർക്കലി പൂജ അവിടെ വളരെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ചതുരാംബിക പൂജ, അങ്ങനത്തെ വളരെ ഗുഹ്യമായ പൂജകൾ, അതിൻ്റെ കൂടെയുള്ള ചില ഇങ്ങനത്തെ റിച്വൽസ്, ദാറ്റ് ഈസ് കോഴി അറക്കുക, അങ്ങനത്തെ റിച്വൽസ്, ഇതിനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. കേരളം എങ്ങോട്ട് പുറകോട്ട് പോകുന്നോ എന്നൊക്കെ വെച്ചിട്ട്. ഇതിനെപ്പറ്റി എന്താണ്? ഇതൊക്കെ പ്രാകൃതമായ റിച്വൽസ് ആണോ, അതോ സ്വാമിജി നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയായിട്ട് ചേർന്ന് പോണ? അല്ല, ഇവിടെ ആളുകളുടെ ആദിമമായിട്ടുള്ള സംസ്കൃതിയുടെ ഭാഗമാണ് അതെല്ലാം. വീരാരാധനയുടെ ഭാഗമാണ് അതാത് പാരമ്പര്യങ്ങൾ. ബലിയുള്ള പാരമ്പര്യങ്ങളുണ്ട്. ഇവിടെ ആ ഒരു പൂജയ്ക്ക് ഒരു കോഴിയെ മാത്രമല്ല, എത്രയോ, നിങ്ങൾ കേരളത്തിൽ തടക്കാറ്റം മുതൽ വാക്കേറ്റം മുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കോഴിക്കടകൾ കാണാം, കോഴി ഇറച്ചി വെക്കുന്നത്. അപ്പം അവിടെയൊക്കെ കൊല്ലുന്നതുകൊണ്ട് വിരോധമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊല്ലുന്നതുകൊണ്ടും വിരോധമില്ല. പക്ഷെ ഒരു പൂജയ്ക്കായിട്ട് ഒരു ജീവനുള്ള വസ്തുവിനെ അത് ബാൻ ചെയ്തതല്ലേ? ഇവിടെ ബാൻ ചെയ്തു. ഭാരതത്തിൽ മുഴുവൻ ഉണ്ടല്ലോ. കാമാഖ്യയിലുണ്ട്. ഏറ്റവും വലിയ ബലി നടക്കുന്നത് ഹിമാചലിലാണ്. ഹിമാചലിൽ രാമനവമി ആഘോഷം ബലി നടന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതിന്റെ നെക്സ്റ്റ് അതും കൂടി ആവില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മാംസഭോജനശാലകളിലൊക്കെ അടുത്ത ഘട്ടത്തിൽ മനുഷ്യമാംസം വിൽക്കാം എന്ന് പറയാം. ഇവിടെ മറ്റ് മാംസഭോജ്യങ്ങൾ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും നാളെ മനുഷ്യമാംസം വിൽക്കില്ലേ എന്നുള്ള ആലോചന ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഈ ആലോചനയാവാം. റിഫോംസിന്റെ ആവശ്യമില്ല, അത് നിലനിന്ന് പോയാൽ മതി. അല്ല, ഇവിടെ റിഫോംസ് എന്ന് പറയുന്നൊരു കാര്യമല്ല. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടുത്തെ ആ ചെയ്യുന്ന കുലങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ നേദ്യമാണ്. അവർ അത് ഭഗവതിക്ക് സമർപ്പിക്കുന്നു, അത് പ്രസാദമായിട്ട് അവർ ഭുജിക്കുന്നു. കേരളത്തിൽ മാടായിക്കാവിലും തിരുവളയനാട് കാവിലും ഒക്കെ അകത്ത് പൂജ എന്നുള്ള നിലയിൽ ബലിയുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രസാദം കിട്ടും. അല്ല, ഇത് ബാൻ ചെയ്ത്
ജീവനുള്ള ബലിക്ക് പകരം കുമ്പളങ്ങ അല്ല, നിങ്ങൾ മാടായിക്കാവിൽ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകപൂജയുടെ പ്രസാദം കിട്ടും, തിരുവള്ളനാട് കാവിൽ പ്രസാദം കിട്ടും. കേരളത്തിൽ എത്രയോ തെയ്യം, ബലിയില്ലാത്ത ഒരു തെയ്യക്കാവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഈ മഹാമാഗത്തിനെ കുറിച്ചൊരു തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് തെറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ സ്വാമി പറഞ്ഞ പോലെ ടിപ്പു സുൽത്താൻ്റെ കാലത്തെ പടയോട്ട കാലത്താണ് മഹാമാഗം നിന്നുപോയെന്ന് പറയുന്നു. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ടിപ്പുവിന് 5 വയസ്സാണുള്ളത്. ഹൈദരലിയുടെ കാലത്താണ് നിന്നുപോയത്. പക്ഷെ എന്തുകൊണ്ടാണ് ടിപ്പുവിൻ്റെ പേര് വരുന്നത്? ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന് പറയുന്നത് പല ആളുകളും ഇപ്പോൾ ചേരമാൻ പെരുമാൾ മതം മാറി മുസ്ലിമായി മക്കത്ത് പോയി എന്നുള്ളത് തെയ്യത്തിൻ്റെ വാചാലുകളിലുണ്ട്, അനുഷ്ഠാനത്തിൻ്റെ വാചാലുകളിലുണ്ട്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ചേരമാൻ പെരുമാൾ നായനാർ സ്ഥാനം നേടി സുന്ദരമൂർത്തി നായനാരുടെ ഒപ്പം ഉടലോടുകൂടി കൈലാസാരോഹണം ചെയ്യുകയാണ് ചെയ്ത്. എല്ലാ വർഷവും അതിൻ്റെ ആചരണം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ മുടങ്ങാതെ വിപുലമായ രീതിയിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ആളുകൾ വന്നിട്ട് തമിഴ്നാട്ടിലെ ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും 64 നായനാർമാരുടെ വിഗ്രഹത്തിൽ ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹം കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളിലും ഈ അനുഷ്ഠാനങ്ങളിലെ വാചാലുകളിൽ വരെ ഇത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ബഹുജനങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ അത്ര കൃത്യത, ഇപ്പം മാധ്യമങ്ങളിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്യുന്ന മാധ്യമങ്ങളിൽ എത്രത്തോളം തെറ്റ് വരുന്നു.